ഗിവ് മീ എ ഗുഡ് മദർ ആൻഡ് ഐ വിൽ ഗിവ് യു എ ഗ്രേറ്റ് നേഷൻ എന്ന നെപ്പോളിയന്റെ വാചകം മാതാവിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. മാതാപിതാ ഗുരു ദൈവം എന്ന ഭാരതീയ സങ്കല്പവും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. സ്കൂൾ വിട്ടു വന്ന കുട്ടിയോട് അവന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ എത്ര മാതാപിതാക്കൾ മെനക്കെടാറുണ്ട്. നിങ്ങളുടെ പ്രവൃത്തി കണ്ടാണ് അവർ വളരുന്നത്. വീട്ടിലുള്ള പ്രായമായവരെ നിങ്ങൾ അവഗണിക്കാറുണ്ടോ? എന്നാൽ രാജകുമാരനും രാജകുമാരിയുമായി നിങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന മക്കളിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. നല്ല മാതൃകയായി മാറുവാൻ കഴിയുമെങ്കിൽ മാത്രം പാരന്റ്സ് ആവുക. കുട്ടികളെ മൂല്യബോധമുള്ളവരാക്കി മാറ്റുന്നതിൽ ഏറ്റവും ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ്. ബഹളമുണ്ടാക്കി നിങ്ങൾ കുട്ടിയെ ശാന്തരാക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന മെസ്സേജ്, ബഹളമുണ്ടാക്കിയാൽ എല്ലാം ശരിയാവും. മോൻ പഠിച്ചില്ലേൽ അമ്മ ചോക്ലേറ്റ് വാങ്ങിത്തരില്ല, അമ്മ മിണ്ടില്ല. ഇതിൽ നിന്നും കുട്ടിക്ക് കിട്ടുന്ന മെസ്സേജ്, എന്തെങ്കിലും സാധിക്കണമെങ്കിൽ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് ചെയ്യാം. കുട്ടികളെ തല്ലുമ്പോൾ എന്ത് പ്രശ്നമുണ്ടായാലും തല്ലി തീർക്കാം, ഈ വിധത്തിലുള്ള ചിന്ത അവർക്കുണ്ടാകുന്നു. അച്ഛനെ കുറ്റം പറയുന്ന അമ്മ അല്ലെങ്കിൽ അമ്മയെ വഴക്ക് പറയുന്ന അച്ഛൻ, ഇതിൽ നിന്നും കുട്ടികൾ പഠിക്കുന്നത് മുതിർന്നാൽ ഞങ്ങൾക്കും എങ്ങനെയൊക്കെ പെരുമാറാം. സോ കുട്ടികളിലെ ഈ അക്രമവാസന തടയാൻ ഏറ്റവും പ്രാപ്തരായിട്ടുള്ളത് അവരുടെ മാതാപിതാക്കൾ തന്നെയാണ്. ഓരോ കുട്ടികൾക്കും അവരുടെ ബാലപാഠം എന്ന് പറയുന്നത് വീട് തന്നെയാണ്. ബാക്കിയുള്ളതെല്ലാം സെക്കൻഡറിയാണ്.